നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ നേരത്തെ എണീറ്റതുകൊണ്ട് കുളിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് അർജന്റീനയിലും സ്വിറ്റ്സർലാൻഡിൻ്റെയും ക്വാർട്ടർ ഫൈനൽ മാച്ച് ഉണ്ടായിരുന്നു. അപ്പം ഇന്നും കാൻസാസ് സ്റ്റേഡിയത്തിൽ അത്ഭുതമാണ് സംഭവിച്ചു കഴിഞ്ഞത്. 3-1 അർജന്റീന കളി ജയിച്ചു, സെമി ഫൈനലിലേക്ക് ക്വാളിഫൈഡ് ആയി. ഈ കളി എന്താ പറയാ, നടന്നത് തന്നെ വലിയൊരു സമ്മർദ്ദമായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഇതിൽ സ്വിറ്റ്സർലാൻഡാണ് ഗോൾ അടിച്ചത്. പിന്നെ അടുത്ത ഇതിൽ അർജന്റീന ഗോൾ അടിച്ച് മാക് അലിസ്റ്റർ എന്ന് പറഞ്ഞ ആളാണ് ഗോൾ അടിച്ചത്. പിന്നെ കളി 1-1 സമനിലയിലാണ്. പിന്നെ ഒരുപാട് മിനിറ്റുകൾ കഴിഞ്ഞ് 70 മിനിറ്റ്, 90 മിനിറ്റ്, പിന്നെ 9 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്ത് എന്നിട്ടും ഗോൾ അനങ്ങുന്നില്ല, ഗോൾ കയറുന്നില്ല. അർജന്റീന ഗോൾ പോസ്റ്റിൻ്റെ അടുത്ത് എല്ലാം കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ എന്നാലും ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല, ഗോളാകുന്നില്ല. പിന്നെ എക്സ്ട്രാ ടൈം കൊടുത്ത്, ഇഞ്ചുറി ടൈം കൊടുത്ത് 120 മിനിറ്റ് എല്ലാം കൂടെ. പിന്നെ കളി സ്റ്റാർട്ട് ചെയ്തത് 91 മിനിറ്റ് തൊട്ട് വീണ്ടും കളി സ്റ്റാർട്ട് ചെയ്ത് ഇഞ്ചുറി ടൈം എക്സ്ട്രാ ടൈം കൊടുത്ത് അങ്ങനെ നിന്ന് കളിച്ച് സ്വിറ്റ്സർലാൻഡിലെ ആൾക്ക് റെഡ് കാർഡ് കിട്ടി. അതുപോലെ തന്നെ അർജന്റീനയിലെ പ്ലേയേഴ്സിന് യെല്ലോ കാർഡൊക്കെ കിട്ടി. അത്രയും ഇതൊക്കെയായിരുന്നു, വഴക്കം ഉണ്ടായിരുന്നു, കശവിഷയൊക്കെ നടന്നായിരുന്നു. അങ്ങനെ ഇഞ്ചുറി ടൈമിൽ ഇങ്ങനെ കളിച്ച് 112 മിനിറ്റിനാണ് രണ്ടാമത്തെ ഗോള് പോയത്. അത് അടിച്ചത് വായി വരുന്നില്ല. പക്ഷെ ഈ പ്രാവശ്യം മെസ്സി ഗോളൊന്നും അടിച്ചിട്ടില്ല, മെസ്സി ഒന്നും അടിച്ചില്ല. പിന്നെ അങ്ങനെ 2-1 ആയപ്പം അർജന്റീന ആരാധകരെല്ലാവരും അർമാദിക്കായിരുന്നു, ആർത്ത് എന്താ പറയാ, അവർ ആ ഒരു ആഘോഷം കാണുമായിരുന്നു, അത്ര ഇതായിരുന്നു. പിന്നെ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത് 121 മിനിറ്റിലാണ് ഗോൾ അടിക്കുന്നത്. അതോടെ കാൻസാസ് സ്റ്റേഡിയത്തിൽ പുതിയ ഒരു ചരിത്രം എഴുതി അർജന്റീന ടീം. 3-1 അർജന്റീന കളി ജയിച്ചു. അങ്ങനെ അർജന്റീന 2026 ഫിഫ വേൾഡ് കപ്പിൽ സെമി ഫൈനൽ എത്തിയിരിക്കുകയാണ്. ജൂലൈ 15-16 സെമി ഫൈനൽ നടക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇനി അർജന്റീനയും ഇംഗ്ലണ്ടും ഒക്കെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഒരു പ്രതീക്ഷ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരാധകരെ നിരാശപ്പെടുത്താതെ എല്ലാ കളിയും അർജന്റീന ജയിച്ചു. ഒരു കളി പോലും ഈ വേൾഡ് കപ്പിൽ വന്നിട്ട് ഇതുവരെ ഒരു കളി പോലും തോറ്റതുമില്ല, സമനിലയിൽ എത്തിയിട്ടുമില്ല. അത്രയ്ക്കും പവർഫുള്ളായിട്ടാണ്, ശക്തിയായിട്ടാണ് അർജന്റീന ഈ 2026 വേൾഡ് കപ്പ് കളിക്കുന്നത്. അടുത്ത വരുന്ന സെമി ഫൈനലിലും അർജന്റീന ഗോളടിച്ച് ഫൈനലിലേക്ക് എത്തും. അപ്പം ഇനി നമുക്ക് 15-ാം തീയതിയിലെ കളി കാണാൻ പറ്റത്തില്ല. ഇനിയിപ്പം 3-12 ഇനി 2 ദിവസത്തേക്ക് കളിയില്ല. 3-ാം ദിവസമാണ് കളി നടക്കാൻ പോകുന്നത്. പക്ഷെ ഈ പ്രാവശ്യത്തെ ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് ഗോൾ അടിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അവസരം കിട്ടിയായിരുന്നു. പക്ഷെ സ്വിറ്റ്സർലാൻഡ് ഗോളി അതെല്ലാം തടയുകയാണ് ചെയ്തത്. എന്നാലും നമ്മുടെ അർജന്റീനൻ ടീം സെമി ഫൈനലിൽ എത്തി. ഇതൊരു എന്താ പറയാ, പോരാട്ടമാണ്. മെസ്സിയുടെ അവസാനത്തെ ഫിഫ വേൾഡ് കപ്പ് ആണെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ആ ന്യൂയോർക്കിലെ സ്റ്റേഡിയം വിട്ട് പോകുമ്പോൾ കയ്യിൽ ഫിഫ വേൾഡ് കപ്പ് വേണം എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ ആരാധകർക്കും അർജന്റീന ടീമിനും കളിക്കാർക്കൊക്കെ ഉണ്ട്. അപ്പം അത് സംഭവിക്കട്ടെ. ന്യൂയോർക്കിലെ സ്റ്റേഡിയത്തിൽ പുതിയ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ട് ഈ 2026 ഫിഫ വേൾഡ് കപ്പ് നമുക്ക് നല്ലൊരു ഓർമ്മയാക്കി, എക്കാലത്തെയും ഏറ്റവും മികച്ച ഫിഫ വേൾഡ് കപ്പ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ 2026 ആണെന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം. ആ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇന്ന് ലോകമെമ്പാടും അർജന്റീന ആരാധകർ ആഘോഷിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട്
അവർക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ട്. പലയിടങ്ങളിലും ഇപ്പം മലബാർ പ്രദേശങ്ങളിലൊക്കെ ബിരിയാണി കൊടുത്തൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നൊരു ദിവസം എല്ലാവരും അർജന്റീന ആരാധകർ ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇനിയും ജൂലൈ 20 അല്ലെങ്കിൽ ജൂലൈ 15 സെമി ഫൈനലും ഇതിൻ്റെ ഇരട്ടി ആവേശവും ആഘോഷവും കാണും. അപ്പം ആ ആഘോഷവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജൂലൈ 15 അല്ലെങ്കിൽ 16 കാണാം. അപ്പം ബൈ. വാമോസ് അർജന്റീന.